പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നടി ആക്രമിക്കപ്പെട്ട കേസിൽ സിനിമാ നടൻ ദിലീപ് ഉൾപ്പെടെ 4 പ്രതികളെ കുറ്റമുക്തരാക്കിക്കൊണ്ട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ന്യായാധിപയായിട്ടുള്ള ഹണിയം വർഗീസിൻ്റെ 1714 പേജുള്ള വിധിന്യായം വന്നിട്ട് ഇന്ന് ഏതാണ്ടൊരു 2 ആഴ്ചയോളമാകുന്നു. കൃത്യമായി പറഞ്ഞാൽ ഇന്നിപ്പോൾ 14 ദിവസം, 8-ാം തീയതിയാണ് വിധി. ആ വിധി വന്ന് 2 ആഴ്ച കഴിഞ്ഞിട്ടും ആ വിധിന്യായത്തിൻ്റെ ന്യായാന്യായങ്ങളെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ പൊതുസമൂഹത്തിൽ ഇപ്പോഴും സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിധിന്യായത്തിൻ്റെ ഭാഗമായി ദിലീപ് ഉൾപ്പെടെ 4 പേരെ ഗൂഢാലോചന തെളിയിക്കപ്പെടാതിനെ തുടർന്ന് വിട്ടയച്ചിട്ടും പൊതുമണ്ഡലത്തിൽ വലിയൊരു വിഭാഗം അത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്നില്ല. അവർ ദിലീപിന് ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിജീവിത തന്നെ ഈ വിധിന്യായത്തിൽ അവിശ്വാസം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. സമൂഹത്തിൽ വലിയൊരു വിഭാഗം വനിതാ പ്രവർത്തകർ, അഭിഭാഷകർ ഉൾപ്പെടെയുള്ള വലിയൊരു വിഭാഗം ഈ വിധിന്യായത്തെ സംശയദൃഷ്ടിയോടുകൂടി കാണുന്നു. അതേസമയം ദിലീപ് കുറ്റമുക്തനായതോടുകൂടി ദിലീപ് കഴിഞ്ഞ 8 വർഷമായി പീഡിപ്പിക്കപ്പെടുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദിലീപിനെ അനുകൂലിക്കുന്നവരും വലിയൊരു വിഭാഗം ഇന്ന് രംഗത്തുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ വിധി വന്ന് 2 ആഴ്ച കഴിഞ്ഞിട്ടും ഒരുപക്ഷെ ഒരു വിധിന്യായവും ഇതുപോലെ വന്ന് ഇത്രയും ദീർഘനാൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായി കാണണം എന്നില്ല. അപ്പോൾ ഈ വിധി വന്ന് 2 ആഴ്ചക്കാലമായിട്ടും ഇതിന് അനുകൂലമായും പ്രതികൂലമായും വലിയ തോതിലുള്ള ചർച്ചകൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ എന്നോട് ആരോ പറഞ്ഞു, പിന്നെ തമിഴ്നാട്ടിലോ മറ്റോ ഈ വിധിക്കെതിരായി ഈ അതിജീവിതയ്ക്ക് അനുകൂലമായി എന്തോ യോഗം തമിഴ്നാട്ടിലൊക്കെ നടക്കുന്നു എന്ന് പറയും. അപ്പോൾ ആ നിലയിൽ വലിയ തോതിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ വിധിയുടെ ന്യായാന്യായങ്ങളെക്കുറിച്ചിട്ട് അല്ല ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. ഞാൻ യഥാർത്ഥത്തിൽ കഴിഞ്ഞ 3-4 ദിവസക്കാലമായി ഈ വിധിന്യായം പരമാവധി ഒന്ന് വായിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഞാനൊരു അഭിഭാഷകനും ഇതുപോലുള്ള സ്ത്രീപീഡന വിഷയങ്ങളിലൊക്കെ തന്നെ പല അവസരങ്ങളിലും PS-ന് കൂടെ ചേർന്ന് നിൽക്കുമ്പോഴും അതിനുശേഷവും ഒക്കെ ഇടപെട്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയിലും ഈ വിധിന്യായം വായിക്കാൻ വേണ്ടിയിട്ടുള്ള വായിച്ച് നോക്കുന്ന ഒരു ശ്രമത്തിലായിരുന്നു ഞാൻ. പൂർണ്ണമായും ആ വിധി മുഴുവൻ വായിച്ച് കഴിഞ്ഞിട്ടില്ല എന്ന് പറയാനും എനിക്ക് മടിയില്ല. പക്ഷേ ആ വിധിന്യായം വായിച്ച് വന്ന ഒരു ഘട്ടത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചതും എന്നാൽ പൊതുമണ്ഡലം ചർച്ച ചെയ്യാത്തതുമായിട്ടുള്ള ഒരു വിഷയം എൻ്റെ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. ഞാനൊരു പക്ഷേ ഈ ദിലീപിൻ്റെ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടിയാക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്ന കുറേ വീഡിയോകളുടെ ഒരു തുടക്കമായിരിക്കാം ഇത് എന്ന് ഞാൻ കണക്ക് കൂട്ടും. അപ്പോൾ എന്നെ ഞെട്ടിച്ച ഒരു വിഷയവും എന്നാൽ പൊതുമണ്ഡലം ചർച്ച ചെയ്യാത്ത ഒരു വിഷയവും അതാണ് ഞാൻ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഈ വിധിന്യായത്തിൽ പിന്നെ 1353 പേജ് മുതൽ ഏതാണ്ട് ഒരു 10-25 പേജോളം ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിൻ്റെ പേരാണ് ദ മെസ്സേജസ് അലജഡ്ലി എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ PW22, PW132 ആൻഡ് PW182. അതിൽ PW222 എന്ന് പറയുന്നത് ശ്രീമൻ ബാലചന്ദ്രകുമാറാണ്. PW132 എന്ന് പറയുന്നത് പിന്നെ ദിലീപിൻ്റെ അളിയൻ്റെ ഇതാണ്, സൂരജ് എന്നാണ് അയാളുടെ പേര്, ദിലീപിൻ്റെ അളിയൻ ആണ്. പിന്നെ PW182 എന്ന് പറയുന്നത് ശിവകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അവർ തമ്മിൽ നടന്ന വാട്സാപ്പ് സന്ദേശങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഈ 1353 പേജ് മുതൽ ഏതാണ്ട് ഒരു 25-30 പേജോളം. സുഹൃത്തുക്കളെ, ആ 30 പേജുകളിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. ആ വിവരങ്ങളെക്കുറിച്ചിട്ട് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ആ ഭാഗത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതെങ്കിലും ആ ഭാഗം നിർഭാഗ്യവശാൽ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ, അച്ചടി മാധ്യമങ്ങൾ ഒന്നും തന്നെ ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നതേയില്ല എന്നുള്ളത് എന്നെ സത്യം പറഞ്ഞാൽ വല്ലാതെ ഞെട്ടിച്ച് കളഞ്ഞു എന്ന് എനിക്ക് ആമുഖമായി പറയുന്നതിൽ എനിക്ക് മടിയില്ല.
ആ വിഷയം യഥാർത്ഥത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലെങ്കിലും ചർച്ച ചെയ്തതായി ഞാൻ മനസ്സിലാക്കിയ ഒരേ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തായിട്ടുള്ള ശ്രീമാൻ അനിൽ ഇമ്മാനുവലാണ്. അദ്ദേഹം മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ എഡിറ്ററാണ്. അദ്ദേഹം മാത്രമാണ് ആ ഞെട്ടിക്കുന്ന വിഷയത്തെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറായത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ആ വിഷയം ഒരല്പം വിശദമായി എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഈ 10-30 പേജിൽ ഈ വിധിന്യായത്തിൽ ഈ ഞാൻ പറഞ്ഞല്ലോ 3 പ്രോസിക്യൂഷൻ വിറ്റ്നസ്സുകളുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ വാട്സാപ്പ് സന്ദേശങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. സുഹൃത്തുക്കളെ, അതിൻ്റെ ഉള്ളടക്കം ഒരല്പം വിശദമായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നുണ്ട്. അതിൽ എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ആ വാട്സാപ്പ് സന്ദേശത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ ആരൊക്കെയാണ് എന്നുള്ളതും ആ വാട്സാപ്പ് സന്ദേശത്തിൽ പരാമർശിക്കപ്പെടുന്നവർ ആരൊക്കെയാണെന്നുള്ളതും വളരെ വളരെ നിർണായകവും പരമപ്രധാനവുമാണ്. അതിൽ PW 222 എന്ന് പറയുന്ന P. ബാലചന്ദ്രകുമാർ, അറിയാമല്ലോ, 2ാമത്തെ തവണ ഈ അന്വേഷണം വീണ്ടും ആരംഭിച്ചതിൻ്റെ കാരണം ബാലചന്ദ്രകുമാറായിരുന്നു. അദ്ദേഹം ഒരു സിനിമാ സംവിധായകനായിരുന്നു. അദ്ദേഹം വന്നിട്ട് ദിലീപിൻ്റെ വീട്ടിലിരുന്ന് ദിലീപും കുടുംബാംഗങ്ങളും കൂടി ഈ പീഡന ദൃശ്യങ്ങൾ കണ്ടു എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാദം, അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വധിക്കാൻ ദിലീപ് ശ്രമം നടത്തി എന്നുള്ള വാദം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയും വീണ്ടും തുടരന്വേഷണം നടക്കുകയും ചെയ്തത്. ആ തുടരന്വേഷണം ശരിക്കും നടക്കാൻ കാരണം എന്ന് പറയുന്നത്, അന്ന് ഈ ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ഈ ബിജു പൗലോസ് എന്ന് പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥൻ പോലീസിന് കൊടുത്ത പരാതി, അതിൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസ്, ആ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ADGP ആയിരുന്നോ എന്ന് എനിക്കറിയില്ല, അതോ IG മറ്റോ ആയിരുന്നു എനിക്കറിയില്ല, ശ്രീമാൻ S. ശ്രീജിത്ത് എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം DGPക്ക് കൊടുത്ത DGPക്ക് കൊടുത്ത കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വീണ്ടും അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ വയ്ക്കുന്നതും ആ അന്വേഷണ സംഘത്തിൻ്റെ ചുമതലക്കാരനായി S. ശ്രീജിത്തിനെയും S. ശ്രീജിത്ത് പറഞ്ഞ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും നിയമിക്കുന്നു. അത് യഥാർത്ഥത്തിൽ എനിക്ക് 2021 ഡിസംബർ 25 ഈ ബാലേന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലിന് കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ഇതൊക്കെ അന്ന് നടന്ന സംഭവങ്ങൾ നമ്മളൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പിന്നീട് അയാൾ കുറേ ഈ കേസ് അന്വേഷിച്ചു, അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. എന്തായാലും ബാലേന്ദ്രകുമാർ അയച്ചിട്ടുള്ള വാട്സാപ്പ് സന്ദേശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ 10-30 പേജിൽ എറണാകുളം സെഷൻസ് കോടതി ജഡ്ജ് ഹണി എം വർഗീസ് കാര്യങ്ങൾ വിശദീകരിക്കുന്നു. സുഹൃത്തുക്കളെ, ആ ഭാഗം യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം ആ വാട്സാപ്പ് സന്ദേശത്തിൽ പരാമർശിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ് എന്ന് നമ്മളൊന്ന് നോക്കണം. ആ വാട്സാപ്പ് സന്ദേശത്തിൽ ബാലേന്ദ്രകുമാർ പരാമർശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ശ്രീകല സുരേഷ് എന്ന് പറയുന്ന ഒരു തലശ്ശേരിയിൽ അന്ന് ജോലി ചെയ്തിരുന്ന ഒരു ജില്ലാ ജഡ്ജായിരുന്നു ശ്രീകല സുരേഷ്. ആ ശ്രീകല സുരേഷുമായി തനിക്ക് 2004 മുതൽ ബന്ധമുണ്ടായിരുന്നു എന്നാണ് ബാലേന്ദ്രകുമാർ പറയുന്നത്. ആ ശ്രീകല സുരേഷ് ആരായിരുന്നു എന്നറിയാമോ പ്രേക്ഷകർക്ക്? ആ ശ്രീകല സുരേഷ് ഈ ADGP S. ശ്രീജിത്തിൻ്റെ സഹോദരിയായിരുന്നു. ആ ശ്രീകല സുരേഷുമായിട്ടാണ് നിരന്തരം ബാലേന്ദ്രകുമാർ ബന്ധപ്പെട്ടിരുന്നത് എന്നാണ് ഈ വാട്സാപ്പ് സന്ദേശങ്ങളിൽ നിന്ന് തെളിയുന്നത് എന്നാണ് കോടതി വിധിന്യായത്തിൽ പറയുന്നത്. എന്ന് മാത്രമല്ല, ഒരു ഘട്ടത്തിൽ കോടതി പറയുന്നത് ADGP S. ശ്രീജിത്തിൻ്റെ കുടുംബാംഗങ്ങളുമായി ഈ ബാലേന്ദ്രകുമാറിന് ശക്തമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. ശക്തമായിട്ടുള്ള ബന്ധങ്ങൾ, അത് 1375 പേജിലാണ് പറയുന്നത്. ദ മെസ്സേജസ് വുഡ് ഷോ that PW 222 has close association with the family members of ADGP S. ശ്രീജിത്ത് 1375 പേജിൽ പറയും. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, PW 222 ഒരു ചട്ടത്ത് പറയുന്നു,
that their acquaintance commenced since 2004 and they used to share matters casually. അപ്പോൾ 2004 മുതൽ തന്നെ ശ്രീജിത്തിൻ്റെ സഹോദരിയുമായി തനിക്ക് ബന്ധമുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ശ്രീകല സുരേഷിൻ്റെ ഭർത്താവ് സുരേഷുമായിട്ടും ഇയാൾ നിരന്തരം വാട്സാപ്പ് സന്ദേശങ്ങൾ അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, രണ്ടാം ഘട്ടത്തിൽ ഇതിൻ്റെ അന്വേഷണം ഏറ്റെടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ADGP ശ്രീജിത്തിൻ്റെ സഹോദരിയും ഒരു ന്യായാധിപയുമായിട്ടുള്ള ശ്രീകല സുരേഷുമായിട്ട് നിരന്തരം ഈ ബാലചന്ദ്രകുമാർ വാട്സാപ്പ് സന്ദേശം അയച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അതിൽ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ പറയുന്നത്, ഇയാൾ വെളിപ്പെടുത്തൽ നടത്തിയതിൻ്റെ തൊട്ടു പിറ്റേന്ന് എത്രയോ സമയം നീണ്ടു നിൽക്കുന്ന സംഭാഷണം ബാലേന്ദ്രകുമാറും ഈ ശ്രീജിത്തിൻ്റെ സഹോദരിയുമായി ബന്ധപ്പെട്ട് നടത്തിയത്. അത് ഒരു വശം. ശ്രീജിത്തിൻ്റെ കുടുംബമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞത് ഒരു വശം. ഇനി നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്, ഈ ബാലചന്ദ്രകുമാർ ദിലീപിന് ജാമ്യം ലഭിക്കാതെ ജയിലിൽ കിടന്ന സമയത്ത് ദിലീപിന് ജാമ്യം ലഭിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള വലിയ ശ്രമങ്ങളെക്കുറിച്ച് ബാലചന്ദ്രകുമാർ തൻ്റെ വാട്സാപ്പ് സന്ദേശത്തിൽ പറയുന്നത് ഈ വിധിന്യായത്തിൽ വിശദമായി എഴുതി വച്ചിട്ടുണ്ട്. വിശദമായി, അതായത് 1369 പേജിൽ പറയാണ്. അതായത് ബാലചന്ദ്രകുമാർ എന്ന് പറഞ്ഞ ആള് ഈ അന്വേഷണത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ദിലീപിനെതിരെ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണല്ലോ ഈ അന്വേഷണം രണ്ടാം ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. എന്നാൽ ആ ബാലചന്ദ്രകുമാർ ഒന്നാം ഘട്ടത്തിൽ ദിലീപ് ജയിലിൽ കിടക്കുന്ന സമയത്ത് ദിലീപിന് ജാമ്യം ലഭിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ അത്ഭുതപ്പെട്ടു പോകും നമ്മൾ. കാരണം ആ സാക്ഷിയുടെ ഒരു വിശ്വാസ്യത ആണല്ലോ ഇതിനകത്ത് അന്തർലീനമാകും. അത് കോടതി പറയും, നമ്മളൊന്ന് കേട്ടോണം. 1369 പേജിൽ കോടതി പറയുകയാണ്, ഹി ഹാഡ് ഗോൺ ടു ദ എക്സ്റ്റെൻഡ് ഓഫ് അതായത് ബാലേന്ദ്രകുമാർ ഈ ദിലീപിൻ്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 15 അഭിഭാഷകർ, 4 ജില്ലാ ജഡ്ജിമാർ, ഒരു റിട്ടയർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, അവരുമായിട്ടെല്ലാം ബാലേന്ദ്രകുമാർ ഈ ദിലീപിന് ജാമ്യം കിട്ടുന്നതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അവരോടെല്ലാം ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. എന്നിട്ട് ബാലേന്ദ്രകുമാറിനോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഇവരുമായിട്ടൊന്നും സംസാരിച്ചില്ല, എന്നാൽ ഒരു ജില്ലാ ജഡ്ജുമായി സംസാരിച്ചു. ആ ജില്ലാ ജഡ്ജ് ആരാണെന്ന് നോക്കിയപ്പോൾ അത് ശ്രീജിത്ത് എന്ന IPSൻ്റെ സിസ്റ്ററാണ് എന്ന് കണ്ടു. Another message would show that the brother-in-law of Srijit IPS contacted him and informed that bail will be granted in the next posting. അതായത് ശ്രീജിത്തിൻ്റെ സഹോദരി ശ്രീകല സുരേഷിൻ്റെ ഭർത്താവ് സുരേഷുമായി ബാലേന്ദ്രകുമാർ സംസാരിച്ചപ്പോൾ അടുത്ത പോസ്റ്റിങ്ങിൽ ദിലീപിന് ജാമ്യം ലഭിക്കും എന്ന് പറഞ്ഞു. In the messages he used the term തലശ്ശേരി to represent this particular judge. അതായത് ശ്രീജിത്തിൻ്റെ സഹോദരിയെക്കുറിച്ച് പറയുമ്പോൾ തലശ്ശേരി എന്നാണ് പറഞ്ഞത്, കാരണം തലശ്ശേരിയിലാണ് അവർ ജോലി ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ദിലീപിൻ്റെ ജാമ്യാപേക്ഷ കൈകാര്യം ചെയ്യാൻ പോകുന്ന ഒരു ഹൈക്കോടതി ജഡ്ജുണ്ട്. ആ ഹൈക്കോടതി ജഡ്ജിൻ്റെ പേര് ST എന്നാണ് പറഞ്ഞത്. ദിലീപിൻ്റെ ജാമ്യാപേക്ഷ അന്ന് അങ്കമാലി കോടതിയിലാണ് കിടന്നത്. അങ്കമാലിയിലെ ജഡ്ജിൻ്റെ പേര് എന്ന് പറയുന്നത് അങ്കമാലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് വേറൊരു സ്ഥലത്ത് ബാലേന്ദ്രകുമാർ പറയുകയാണ്, ദിലീപിനെ ജയിലിൽ കാണാനുള്ള അവസരം ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടാണ് എനിക്ക് കിട്ടിയത് എന്ന് അയാൾ പറയുക. എന്നിട്ട് 1371 പേജിൽ അയാൾ ബന്ധപ്പെട്ടവരുടെ ഒരു നീണ്ട ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണെന്നറിയോ? കോലിക്കോട് കൃഷ്ണൻ നായർ, ചീഫ് മിനിസ്റ്റർ അടുത്തുള്ള കോലിക്കോട് കൃഷ്ണൻ നായർ, അന്ന് തമിഴ്നാട്ടിലെ ഉപമുഖ്യമന്ത്രിയായിരുന്ന O പന്നീർസെൽവം, കേരള ഗവർണറായിരുന്ന P സദാശിവം, അമിത് ഷാ, അന്നത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്ന മഞ്ചേരി ശ്രീധരൻ നായർ,
മമ്മൂട്ടി, സുരേഷ് കുമാർ, കമലഹാസൻ, ജയറാം, ആനാവൂർ നാഗപ്പൻ ഉൾപ്പെടെയുള്ളവരുടെ പേരാ പറയുന്നത്. ആര്? ബാലേന്ദ്രകുമാർ. എന്തിനാ പറയുന്നത്? ബാലേന്ദ്രകുമാർ എന്തിനു വേണ്ടിയിട്ടാണ്? ദിലീപിന് ജാമ്യം നേടിക്കൊടുക്കാൻ വേണ്ടി ബന്ധപ്പെട്ട ഉന്നതരുടെ ലിസ്റ്റാണ് അയാൾ പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അത് കോടതി അവരുടെ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് 1372 പേജിൽ വളരെ നിർണായകമായിട്ടുള്ള ചില പരാമർശങ്ങളുണ്ട്. 14/9/2017 അയച്ചൊരു മെസ്സേജിൽ പറയുന്നത് എന്താണെന്നറിയാമോ? The message dated 14/9/2017 would show that Talasheri will call Angamali after court hours. അതായത് കോടതി സമയത്തിന് ശേഷം തലശ്ശേരി അങ്കമാലിയെ വിളിക്കുമെന്ന്. ആരാണ് തലശ്ശേരി? തലശ്ശേരി എന്ന് പറഞ്ഞാൽ തലശ്ശേരി ജില്ലാ ജഡ്ജിയായിട്ടുള്ള ശ്രീജിത്തിൻ്റെ സഹോദരി ശ്രീകല സുരേഷ്. ആ തലശ്ശേരി വിൽ കോൾ അങ്കമാലി. അങ്കമാലി എന്ന് പറഞ്ഞാൽ ആരാണ്? ദിലീപിൻ്റെ ജാമ്യാപേക്ഷ കൈകാര്യം ചെയ്യുന്ന അങ്കമാലി കോടതിയിലെ ജഡ്ജ്. This message is sent at that time. എന്നിട്ട് കോടതി പറയാണ്, this message is sent at the time when the statutory bail application of accused number 8 was pending before the judicial first class magistrate court അങ്കമാലി. അതായത് ഈ മെസ്സേജ് അയക്കുന്ന സമയത്ത് ദിലീപിൻ്റെ ജാമ്യാപേക്ഷ അങ്കമാലിയിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പെൻഡിങ്ങിലായിരുന്നു. എന്നിട്ട് അയാൾ പറയാണ്, തലശ്ശേരി ദിലീപിന് ജാമ്യം കിട്ടുന്നതിനെ കുറിച്ച് തന്നോട് പറയും. ഹി ഓൾസോ സെൻഡ് മെസ്സേജസ് ക്ലെയിമിംഗ് ദാറ്റ് തലശ്ശേരി ഇൻസ്ട്രക്റ്റഡ് ഹിം അബൌട്ട് ദി ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ബെയിൽ. അതായത് തലശ്ശേരി എന്ന് പറഞ്ഞാൽ ശ്രീജിത്തിൻ്റെ സഹോദരിയായിട്ടുള്ള ശ്രീകല സുരേഷ് ബാലേന്ദ്രകുമാറിനോട് ദിലീപിന് ജാമ്യം കിട്ടുന്നതുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. ഹി ഓൾസോ ഇൻഫോംഡ് ദാറ്റ് ഹി ക്യാൻ അറേഞ്ച് മീറ്റിംഗ് വിത്ത് PW 182 ആൻഡ് തലശ്ശേരി. ഇൻ ദ മെസ്സേജ്, ഈ അടുത്ത സെൻറ്റൻസ് നോക്കിക്കോണം. ഇൻ ദ മെസ്സേജ് ഡേറ്റഡ് 17/9/2017 PW 222 informed that Talasheri had spoken to ST and finalized the deal. ആരാണ് ST എന്ന് പറയുന്നത്? ST എന്ന് പറയുന്നത് ദിലീപിന് ജാമ്യം കൊടുത്ത ഹൈക്കോടതി ജഡ്ജിയാണ് ST എന്ന് പറയുന്നത്. അപ്പം ആ മെസ്സേജിൽ ബാലേന്ദ്രകുമാർ എന്താ പറയുന്നത്? തലശ്ശേരി എന്ന് പറഞ്ഞാൽ ആരാണ്? ശ്രീജിത്തിൻ്റെ സഹോദരി ശ്രീകല സുരേഷ്, തലശ്ശേരിയിലെ ജഡ്ജ്. ആ ജഡ്ജ് ദിലീപിന് ജാമ്യം കൊടുത്ത ഹൈക്കോടതി ജഡ്ജിയുമായി സംസാരിച്ച് ഡീൽ ഉറപ്പിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെയുണ്ട്. ശ്രീജിത്തിൻ്റെ സഹോദരി ജില്ലാ ജഡ്ജി ശ്രീകല സുരേഷ് ദിലീപിന് ജാമ്യം കൊടുത്ത ഹൈക്കോടതി ജഡ്ജി STയുമായി സംസാരിച്ച് ഡീൽ ഉറപ്പിച്ചിട്ടുണ്ട്, ഇടപാട് ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ഈ സാക്ഷി മെസ്സേജ് അയക്കുകയാണ് സുഹൃത്തുക്കളെ. അതിനുശേഷം ഞാൻ സമയപരിമിതി കൊണ്ട് ഞാൻ കൂടുതൽ ഞാൻ പറയുന്നില്ല, ഒരുപാട് ഉന്നതരുടെ പേര്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഈ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ഈ സാക്ഷി, അയാൾ പറഞ്ഞ അയാളുടെ മൊഴി അടിസ്ഥാനത്തിലാണല്ലോ രണ്ടാമത് അന്വേഷണം വന്നത്. ആ സാക്ഷി ദിലീപിന് ജാമ്യം മേടിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി ഉന്നതരുമായി ബന്ധപ്പെട്ട്, അതിനകത്ത് നെയ്യാറ്റിങ്കര ബിഷപ്പ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഞാൻ കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ പോകുന്നില്ല, സമയപരിധി. അവരുമായിട്ടെല്ലാം ഇയാൾ ബന്ധപ്പെട്ടതുമായി ബന്ധപ്പെട്ട വാട്സാപ്പ് ചാറ്റുകൾ. അപ്പം ആ ദിലീപ് എവിടെ കിടക്കുകയാണ്? ജയിലിൽ കിടക്കുകയാണ്. ആ ഇടപെടലുകളിൽ, ആ വാട്സാപ്പ് സന്ദേശങ്ങളിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള സ്ഥാനം വഹിക്കുന്നത് ADGP S ശ്രീജിത്തിൻ്റെ സഹോദരി ശ്രീകല സുരേഷ് ആണെന്ന് ഞാൻ പറയുന്നതല്ല, വാട്സാപ്പ് ചാറ്റുകളെ ഉദ്ധരിച്ചുകൊണ്ട് കോടതി പറയുകയാണ്. കോടതി അവരുടെ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ADGP S ശ്രീജിത്തിൻ്റെ കുടുംബാംഗങ്ങളുമായി ഈ ബാലേന്ദ്രകുമാറിന് അടുത്ത ബന്ധമുണ്ട് എന്ന് പറയുന്നു. ബാലേന്ദ്രകുമാർ എന്ത് പറയുന്നു? ഓഫീസ് സമയത്തിന് ശേഷം തലശ്ശേരി അങ്കമാലിയായിട്ട് സംസാരിക്കും എന്ന്. തലശ്ശേരി എന്ന് പറയുന്നത് ശ്രീജിത്തിൻ്റെ സഹോദരി ശ്രീകല സുരേഷ്. അങ്കമാലി എന്ന് പറയുന്നത് ദിലീപിൻ്റെ ജാമ്യാപേക്ഷ അന്ന് പരിഗണിച്ചുകൊണ്ടിരുന്ന ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അങ്കമാലിയിലെ ജഡ്ജ്. അവർ തമ്മിൽ സംസാരിച്ചു. അവസാനം ഹൈക്കോടതി ദിലീപിന് ജാമ്യം ലഭിച്ചു കഴിയുമ്പോൾ ശ്രീജിത്തിൻ്റെ സഹോദരി ശ്രീകല സുരേഷും ദിലീപിന് ജാമ്യം കൊടുത്തിട്ടുള്ള ഹൈക്കോടതി ജഡ്ജിയുമായി സംസാരിച്ച് ഡീൽ ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് ബാലചന്ദ്രകുമാർ വാട്സാപ്പ് ചാറ്റുകളിൽ പറയുന്നതായി കോടതി ഉദ്ധരിക്കുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ഇതിൻ്റെ ഒരു അവസ്ഥ എന്താണ്? ഈ അന്വേഷണം രണ്ടാം ഘട്ടത്തിൽ ഏറ്റെടുത്ത ശ്രീജിത്തിൻ്റെ സഹോദരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത്. എന്നിട്ടോ
എന്നിട്ട് 2021 ഡിസംബർ 25-നോ മറ്റോ പിന്നെ ബാലേന്ദ്രകുമാർ വെളിപ്പെടുത്തൽ നടത്തുന്നു. ആ വെളിപ്പെടുത്തൽ നടത്തുന്നതിൻ്റെ തൊട്ടു പിറ്റേ ദിവസം വീണ്ടും ശ്രീകല സുരേഷുമായിട്ട് സംസാരിക്കുന്നു. ഏതാണ്ട് 1600 ചില്ലുവാനം മിനിറ്റിൻ്റെ സെക്കൻഡിൻ്റെ ഒരു കോള് പറയുന്നു, അരമണിക്കൂറിൻ്റെ ഒരു കോള് പറയുന്നു. അപ്പോൾ ബാലേന്ദ്രകുമാർ പിന്നെ ദിലീപിന് ജാമ്യം കിട്ടിയതിന് ശേഷവും ഈ ശ്രീജിത്തിൻ്റെ സഹോദരിയായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഗുരുതരാവസ്ഥ ഒന്ന് ആലോചിച്ച്, ഒരു ദുരൂഹാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അയാൾക്ക് ജാമ്യം കിട്ടുന്നത് വരെ ജാമ്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ ശ്രീജിത്തിൻ്റെ സഹോദരി നിരന്തരം കയറി വരുന്നതായി വാട്സാപ്പ് ചാറ്റുകളിൽ ഉദ്ധരിച്ചുകൊണ്ട് കോടതി പറയുന്നു. ദിലീപിന് ജാമ്യം ലഭിച്ചതിന് ശേഷം ദിലീപുമായി തെറ്റി ദിലീപിനെതിരെ ഇയാൾ പരസ്യമായി മൊഴി പറയുന്നതിൻ്റെ തൊട്ട് പിറ്റേ ദിവസവും ശ്രീജിത്തിൻ്റെ സഹോദരി ശ്രീകല സുരേഷോട് സംസാരിക്കുകയാണ്. സുഹൃത്തുക്കൾ, എനിക്ക് തോന്നുന്നു എവിടെയോ ഉണ്ടത്, അതായത് 1600 ചില്ലുവാനം സെക്കൻഡിൻ്റെ ഒരു കോള്. അപ്പോൾ ഇത് അതീവ ഗുരുതരമായിട്ടുള്ള വിഷയമല്ലേ ഈ നമ്മളീ പറയുന്നത്. ശ്രീജിത്ത് എന്ന് പറയുന്ന നിർണായക ഘട്ടത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരുന്ന ആ ശ്രീജിത്തിൻ്റെ സഹോദരിയും ഒരു ന്യായാധിപയും ദിലീപിന് ജാമ്യം ലഭിക്കാൻ വേണ്ടിയിട്ടും ദിലീപിനെ പിന്നീട് കുരുക്കാൻ വേണ്ടിയിട്ടും ഇടപെട്ടു എന്നുള്ളതിൻ്റെ നഗ്നമായിട്ടുള്ള കാര്യങ്ങളല്ലേ, ഞെട്ടിക്കുന്ന കാര്യങ്ങളല്ലേ ഇതിനകത്ത് വന്നിട്ടുള്ളത്. അവസാനം ശ്രീജിത്ത് അന്വേഷണം ഏറ്റെടുത്തു. അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം കോടതിയുടെ മുമ്പിൽ സമാഹരിച്ച മുഴുവൻ തെളിവുകളും തള്ളിപ്പോയില്ലേ സുഹൃത്തുക്കളെ? മുഴുവൻ തെളിവുകളും പൊട്ടിപ്പൊളിഞ്ഞ് പാളിഷായി പോയില്ലേ? അപ്പം ഇതിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ കോടതി ഇവരയച്ച വിധിന്യായം കോട്ട് ചെയ്തുകൊണ്ട് ഈ ജഡ്ജ്മെൻറ്റ് പറഞ്ഞിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അയാൾ ഇന്നും ADGP ആയിട്ടിരിക്കുകയാണ്. ശരിക്കും അയാൾ സസ്പെൻഡ് ചെയ്യപ്പെടണ്ടല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കി. കേസ് അട്ടിമറിച്ചതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം അയാൾക്കല്ലേ? അയാളുടെ സഹോദരി ഒരു ന്യായാധിപ ഇടപെട്ടത് സംബന്ധിച്ചിട്ടുള്ള വാട്സാപ്പ് ചാറ്റുകളെ കുറിച്ചിട്ടാണ് കോടതി വിധിന്യായത്തിൽ പറയുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ADGP ശ്രീജിത്തിന് ഇതിനകത്തുള്ള പങ്ക് സംബന്ധിച്ച് ഒരു മാപ്രകളും ഒന്നും കൊടുക്കാൻ തയ്യാറാവുന്നില്ല, ഒന്നും പറയാൻ തയ്യാറാവുന്നില്ല. എന്താണെന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അപ്പം അതുകൊണ്ട് ഇതാണ് ഈ കോടതി വിധിയിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഭാഗം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ബാലേന്ദ്രകുമാർ എന്ന് പറഞ്ഞ സാക്ഷി എത്തരത്തിലുള്ള സാക്ഷിയാണ് എന്നുള്ളതിൻ്റെ സംസാരിക്കുന്ന തെളിവാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ആദ്യം ദിലീപിനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി, അതിനുശേഷം ദിലീപിനെ കുരുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി, അത്തരത്തിൽ വളരെ ഈ പറഞ്ഞ പോലെ ഹിപ്പോക്രറ്റിക് ആയിട്ടുള്ള നിലപാട് സ്വീകരിച്ച ഒരാളാണ് എന്നുള്ളത് കൊണ്ടാണ് കോടതി വിധിയിൽ ഇത് തള്ളിപ്പോയത്. അപ്പോൾ ആ ബാലേന്ദ്രകുമാറുമായി ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ശ്രീജിത്തിൻ്റെ കുടുംബത്തിന് ആഴത്തിലുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു എന്ന് കോടതി വിധിയിൽ പറയുന്നു. ആ ശ്രീജിത്തിൻ്റെ സഹോദരിയുമായി ഈ ബാലേന്ദ്രകുമാറിന് നിരന്തരമായ ബന്ധമുണ്ടായിരുന്നു എന്ന് ഈ വിധിന്യായത്തിൽ പറയുന്നു. ആ ശ്രീജിത്ത് എന്ന് പറഞ്ഞ അയാൾ ഇപ്പോഴും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായി ADGP ആയി സർവീസിൽ തുടരുന്നു. എത്ര ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് എന്ന് മാത്രം എൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കുക. ഇത് ഒരു മാപ്രകളും പുറത്തു പറയാത്തതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് എൻ്റെ പ്രേക്ഷകർ ചിന്തിക്കുക എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ.